ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സമാധാനത്തിൻ്റെ കപ്പക്കോൽ ഒടിച്ചുകൊണ്ട് ട്രംപ് കൊടുത്ത 2000 പൗണ്ട് ബോംബുകൾ കയ്യിൽ കിട്ടിയതോടെ ഉത്സവലഹരിയിൽ ഗസയെ ആക്രമിച്ച് കൂട്ടക്കൊല നടത്തുന്ന നെതന്യാഹുവിനും മറുപടിയായിട്ട് തലങ്ങും വിലങ്ങും ആക്രമണം ആരംഭിച്ച ഹൂത്തികളും ഹിസ്ബുള്ളയും യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ടെല്ലവീവ് ജെറുസലേം പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളെയും ഷെൽട്ടറുകളിലേക്ക് ഓടിച്ചുകൊണ്ട് ഹൂത്തികൾ അയച്ച മിസൈൽ ഇസ്രായേലിൻ്റെ ബെൻഗുറിയോൺ എയർപോർട്ട്, ടെല്ലവീവ്, ജെറുസലേം, റിഷോൺ ലെസിയോൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ വമ്പൻ നാശനഷ്ടങ്ങളാണ് ഇന്നലെ വരുത്തിയിട്ടുള്ളത്. അപ്രതീക്ഷിത ആക്രമണമായതുകൊണ്ടും അപ്രതീക്ഷിത ഓട്ടമായതുകൊണ്ടും അപ്രതീക്ഷിത വീഴ്ചയിൽ നൂറുകണക്കിന് സൈനിസ്റ്റുകൾക്ക് അപ്രതീക്ഷിത പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എല്ലാം അപ്രതീക്ഷിതമാണ്. മിസൈലുകൾ പൊട്ടിത്തെറിച്ച് വീണ് പരിക്കേറ്റു എന്ന് പറയുന്നത് നാണക്കേടായതുകൊണ്ട് ഓടിമറിഞ്ഞു വീണു എന്ന് പരിക്കുകളെ നിസ്സാരമാക്കി മാറ്റാനുള്ള IDFന്റെ ശ്രമം കാണുമ്പോൾ ഫഹദ് ഫാസിൽ പറയുന്നത് പോലെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്നേ നമുക്ക് പറയാൻ കഴിയും. ഇത്തവണത്തെ ആക്രമണം ശരിക്കും അങ്ങോട്ട് ഒത്തിട്ടില്ല. അതുകൊണ്ട് ഇനി ബെൻഗുറിയൻ വിമാനത്താവളത്തിന് മാത്രമായിട്ട് സ്പെഷ്യൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഹൂത്തികൾ ഇതിനെ തുടർന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതായി എയർപോർട്ട് അധികാരികൾ അറിയിച്ചിട്ടുമുണ്ട്. ഇതിന് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി പ്രവർത്തിക്കുന്ന ഒരു ബില്ലിന്മേലുള്ള പ്രധാന വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ ധനമന്ത്രി ബസലോൺ സ്ട്രോമിച്ച് ഈ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. നെസറ്റിൻ്റെ ചാനലിൽ നിന്നുള്ള ഒരു ലൈവ് ഫീഡിൽ സ്ക്രീനിൻ്റെ വലതുവശത്ത് ഓറഞ്ച് നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് മിസൈൽ വരുന്നത് എന്ന് കാണിച്ചപ്പോൾ അതിൽ താനിരിക്കുന്ന മന്ത്രിമന്ദിരവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും സൈറണുകൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേൾക്കുകയും ചെയ്തപ്പോൾ നെതന്യാഹുവും മന്ത്രിമാരും ബജറ്റ് ബില്ലെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നിലവറയിലെ ബോംബ് ഷെൽട്ടറിലേക്ക് ഓടി രക്ഷപ്പെട്ടതായാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹു എലിയെപ്പോലെ അഭയകേന്ദ്രത്തിലേക്ക് ഓടി നമ്മുടെ സൈന്യം ശത്രുവിനെ കാത്തിരിക്കുന്നു, ഗാസയിലെ കുട്ടികളുടെ വിജയം അടുത്തു വരികയാണ് എന്നൊക്കെയാണ് ഹൂത്തികളുടെ നേതൃസംഘത്തിൽപ്പെട്ട ഈ ഹെസാം അൽ അസാദ് എന്ന ഒരാൾ ഈ നെതന്യാഹുവിനെ പരിഹസിക്കുന്നത്. ഗസയിലെ അഭയാർത്ഥികൾ ഓടുന്നത് പോലെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് നെതന്യാഹുവും മന്ത്രിസഭാംഗങ്ങളും മാത്രമല്ല രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ആളുകൾ ജീവൻ രക്ഷിക്കാൻ ഓടുകയായിരുന്നു എന്നാണ് ഈ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് ഇതേ പത്രം തന്നെ പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളും എന്ന് പറയാൻ കാരണം ഹൂത്തികൾ ആക്രമിക്കുന്ന അതേ സമയം തന്നെ മറ്റു പ്രദേശങ്ങളിൽ ഹമാസിൻ്റെയും ആക്രമണം നടക്കുന്നത് കൊണ്ടാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയൊക്കെ യുദ്ധകാര്യ വിദഗ്ധന്മാർ കുറേ ദിവസങ്ങളായി ചാനലുകളിലിരുന്ന് ഇനി ഹിസ്ബുള്ളയ്ക്ക് ശേഷം ഹമാസ് ആയുധങ്ങൾ കിട്ടാതെ വലഞ്ഞ് IDFന്റെ ആക്രമണങ്ങളിൽ പതറി മുകളിലേക്ക് നോക്കി നിലവിളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയാണ് പഴയതിലും ഊർജ്ജസ്വലമായി ഇസ്രായേലിലേക്ക് തുരുതുരാ റോക്കറ്റുകൾ അയച്ചുകൊണ്ടാണ് ഈ ഹമാസ് ഇപ്പോൾ യുദ്ധാരംഭം കുറിച്ചിരിക്കുന്നത്. ഹൂത്തികൾ ടെല്ലവീവും ജെറുസലേം ഉൾപ്പെടുന്ന മറ്റു ഭാഗങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന്റെ വടക്ക് കിഴക്കൻ മേഖലകളെ ലക്ഷ്യമാക്കിയിട്ടാണ് ഹമാസ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. അയൺ ഡോമുകൾ ഇപ്പോൾ കാര്യമായി വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഹമാസും ഹൂത്തികളും ഒക്കെ അയക്കുന്ന മിസൈലുകൾ ഇപ്പോൾ 2 കൈയും നീട്ടി ഇസ്രായേൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. എന്നാൽ ഈ മിസൈലുകൾ വീഴുമ്പോഴും ആർക്കും പരിക്കൊന്നുമില്ല എന്ന IDFന്റെ സ്ഥിരം പല്ലവി ഇത്തവണയും അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായിരിക്കാം. കാരണം ബാലിസ്റ്റിക് മിസൈലുകൾ വരുമ്പോൾ സയനിസ്റ്റുകൾ അത് ഈ കൈകൊണ്ട് പിടിച്ചിട്ട് പല്ലുകുത്താൻ ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഈ മിസൈൽ ഇവിടെ പരിക്കുണ്ടാവില്ലേ? ഈ ഒന്നും പറ്റിയില്ല എന്നുള്ളതിൻ്റെ കണക്കുകൾ അറിയണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഈയിടെ നെസറ്റിൽ അവതരിപ്പിച്ച ഈ പുതിയ ബില്ലിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ മതിയാവും. ഈ ബില്ലിൽ അംഗവൈകല്യം സംഭവിച്ചവർക്കുള്ള പെൻഷൻ്റെയും വൈദ്യസഹായങ്ങളുടെയും വീൽചെയറുകൾ പോലുള്ള ഉപകരണങ്ങളുടെയും അംഗവൈകല്യം സംഭവിച്ചവർക്ക് ജീവിതോപാധികൾക്കുള്ള സർക്കാർ പങ്കാളിത്ത ആവശ്യങ്ങൾക്കുള്ള തുകയും വകയിരുത്തിക്കൊണ്ടുള്ള ബില്ല് തന്നെ അവർക്ക് വേണ്ടി വന്നെന്നുള്ളതാണ് ഏറ്റവും രസം. ഇത്തരം ഒരു ബില്ല് ലോകത്ത് ഒരിടത്തും അവതരിപ്പിച്ചതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. രാജ്യത്തെ ജനങ്ങളിൽ നല്ലൊരു ശതമാനവും അംഗവൈകല്യം സംഭവിച്ചവരാണ് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അതോടൊപ്പം യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തരുതെന്ന് US ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചില സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ജെറുസലേം പോസ്റ്റ് പറയുന്നുണ്ട്.
അത് ഞങ്ങൾക്ക് വിടൂ എന്നാണ് ട്രംപിൻ്റെ അഭ്യർത്ഥന. അതായത് നിങ്ങൾ പോയിട്ട് ആക്രമിക്കേണ്ട, ഞങ്ങൾ അത് പോയി ശരിയാക്കിക്കോളാം, യമനെ ഞങ്ങൾ അടിച്ച് നിരപ്പാക്കിക്കോളാം എന്ന് ട്രംപ് പറഞ്ഞതായിട്ടാണ് പത്രം പറയുന്നത്. അതുകൊണ്ടാണ് യമനിൽ നിന്നും വിടുന്ന മിസൈലുകൾക്ക് പകരമായി ഈ യമനെ ആക്രമിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ വിട്ടു നിൽക്കുന്നത് എന്നും അവർ പറയുകയാണ്. അത് ചുമ്മാതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് 2000 കിലോമീറ്റർ ദൂരെയുള്ള ഹൂത്തികളെ ആക്രമിക്കാൻ ഈ അവസരത്തിൽ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ്. മലകൾ നിറഞ്ഞ യമൻ്റെ പ്രകൃതിപരമായ പ്രത്യേകതകളാണ് ഈ അങ്ങനെ ആക്രമിക്കാൻ IDF കഴിയാത്തതിൻ്റെ പ്രധാന കാരണം. ഇപ്പോൾ മാത്രമല്ല, 8 കൊല്ലമായിട്ട് അമേരിക്ക ഹൂത്തികളെ ആക്രമിക്കുന്നുണ്ട്. നമ്മളോർക്കും ഇപ്പോഴാണ്, സത്യത്തിൽ അതല്ല. അമേരിക്ക 8 കൊല്ലമായിട്ട് ഹൂത്തികളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരെ തൊടാനോ യമൻ്റെ മണ്ണിൽ സൈന്യത്തെ ഇറക്കി നേർക്ക് പോരാടാൻ പോലും ഈ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ഹൂത്തികളുടെ നേതാക്കന്മാരെ ആരെയും പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളിടത്താണ് ഈ സൈനിസ്റ്റുകൾ അങ്ങോട്ട് ചെന്ന് ഹൂത്തികളെ ആക്രമിക്കാൻ പോകുന്നത്. പകരം ഇസ്രായേൽ ഭയക്കേണ്ടത് ബോട്ടുകളിൽ ഹൂത്തികളിൽ ഇസ്രായേൽ തുറമുഖത്ത് വന്ന് ചാടി ഹമാസ് ചെയ്തതുപോലെ ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയോ എന്ന് മാത്രം സൂക്ഷിച്ചാൽ മതി. ഞാനിത് പറയുന്നത് വെറുതെ അല്ല. ഇത് ഹൂത്തികളെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമൊന്നുമല്ല. അതിനുള്ള ചങ്കൂറ്റവും കഴിവും ഹൂത്തികൾക്കുണ്ട് എന്ന് അവരുടെ പഴയ യുദ്ധചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇനി US ഭാഗത്തുനിന്ന് എന്ത് നടപടികൾ ഉണ്ടായാലും US സൈന്യത്തിന്റെ സമ്മർദ്ദത്തിനോ അതല്ല ഇറാന്റെ പോലും പിന്തിരിപ്പിക്കൽ ശ്രമത്തിന് വഴങ്ങാതെ ചെങ്കടലിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കപ്പലുകളെ ഞങ്ങൾ ആക്രമിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള നിലപാടാണ് ഇപ്പോഴും ഹൂത്തികൾക്കുള്ളത്. ഈ ബെൻഗുറിയൻ വിമാനത്താവളത്തെ ആക്രമിക്കാൻ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചത് ഒരു താക്കീതാണെന്നും ഇതേ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കടലിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഹൂത്തികൾ വീണ്ടും തറപ്പിച്ച് പറയുന്നത്. അതിനർത്ഥം അമേരിക്കയോ ഇസ്രായേലോ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവരെ എത്ര അടിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ആക്രമണങ്ങൾക്കും കുറവുണ്ടാവില്ല എന്നാണ് ഹൂത്തികൾ തറപ്പിച്ച് പറയുന്നത്. അതവരുടെ ചങ്കൂറ്റം തന്നെയാണ്. അവരിൽ ഒരാൾ പോലും ജീവിച്ചിരുന്നാൽ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും, ഈ ഇസ്രായേലും അമേരിക്കയും കൂടി ഗസയിൽ ചെയ്യുന്ന അക്രമത്തിന് പകരമായി ഞങ്ങളാൽ കഴിയുന്ന വിധം ആക്രമിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഹൂത്തികൾ പറയുന്നത്. അതവരുടെ മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ സ്വന്തം ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ടും മറ്റുള്ളവർ ആക്രമിക്കുന്നതിനെ ഭീകരതയായിട്ട് കണ്ടുകൊണ്ടും ഈ ഇടപെടുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ നിലപാടുകൾ ലോകം ഇപ്പോൾ അംഗീകരിക്കാതെ വന്നിരിക്കുകയാണ്. ഹൂത്തികളെ ബാർബേറിയൻസ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ട്രംപ് ഇപ്പോൾ കലിപ്പ് തീർക്കുന്നത്. ഹൂത്തി ബാർബേറിയൻസിന് അതല്ലെങ്കിൽ ഈ പ്രാകൃതന്മാർക്ക് ഞങ്ങൾ വളരെയധികം നഷ്ടം വരുത്തിയിട്ടുണ്ട് എന്നാണ് ട്രംപ് ഇപ്പോൾ വീരവാദം മുഴക്കുന്നത്. അത് ഇനിയും കൂടുതലാക്കും എന്ന് ട്രംപ് ട്വിറ്ററിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് നല്ല കാര്യമാണ്. അവർക്ക് കഴിയുന്നിടത്തോളം അവർ യമനെ ആക്രമിക്കട്ടെ, അവരുടെ കുറേ കെട്ടിടങ്ങളും എല്ലാം അടിച്ചു പൊളിച്ച് കളയട്ടെ. അതൊക്കെ അവർക്ക് പുനർനിർമ്മിക്കാൻ വലിയ പാടൊന്നുമില്ല, കാശുമൊക്കെ കിട്ടും. ഇറാനും ഇപ്പുറത്ത് വലിയ ശക്തികളൊക്കെ കിടക്കുന്നതുകൊണ്ട് ഈ ഹൂത്തികളെ സംബന്ധിച്ച് അവർക്ക് പുനർനിർമ്മിച്ച് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ്. തന്നെയുമല്ല, ഈ ഹൂത്തികളെ സംബന്ധിച്ച് അവരുടെ ജോലിയിലാണ് കയറി അമേരിക്ക ഇടപെടുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവർ യുദ്ധം ചെയ്യുന്നതൊന്നും ചുമ്മാ ഒന്നുമല്ല. നമുക്ക് ഒന്നും ഇവരൊക്കെ ഈ ചുമ്മാതെയാ യുദ്ധം ചെയ്യുന്നത്, അവരുടെ തൊഴിലാണത്. ഇറാൻ്റെ നിന്നും റഷ്യയുടെ നിന്നും ഒക്കെ കാശ് മേടിച്ചുകൊണ്ട് ശമ്പളം വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ യുദ്ധം ചെയ്യുന്നത്. അതായത് സ്ഥിരമായിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ ഈ മധ്യേഷ്യയിൽ തലവേദന ഉണ്ടാക്കുക, അതാണ് ഇതിനകത്തുള്ള ലക്ഷ്യം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹൂത്തികളുടെ ഈ തൊഴിലിൻ്റെ അകത്ത് കയറി അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ അതവർക്ക് ഇഷ്ടമല്ല. അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരിങ്ങനെ തിരിച്ചവരെ അടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ലാഭനഷ്ടമൊന്നുമില്ല, കാരണം ഇവന്മാരെല്ലാം കഴിയുന്നത് വെറും മരുഭൂമിയിലാണ്. ഇവർക്ക് തന്നെ പ്രശ്നമായിരിക്കുന്നു. എല്ലാവരുടെയും ഒരു നേരത്തെ അരിയില്ലെങ്കിലും ഒരു മെഷീൻ ഗണ്ണ് കയ്യിലുണ്ട്. ആ അവസ്ഥയിലാണ്. ആ ടീമിനെയാണ് ഇവന്മാർ പോയിട്ട് ആക്രമിച്ച് ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞ് വീരവാദം അടിച്ചു നടക്കുന്നത്. അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേലിനെ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുക എന്നുള്ളതല്ലാതെ ഈ യുദ്ധം കണ്ട് ഇപ്പോൾ ഇനി അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒന്നും നേടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവസാനം ഈ പലസ്തീനികൾ പിടിച്ച അതേ വഴിയിലേക്ക് തന്നെ ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.